ഈ പെൺകുട്ടിയെ അവളുടെ സുഹൃത്താവട്ടെ നിഗൂഢത നിറഞ്ഞ ഒരു വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. പെൺകുട്ടി അവിടുത്തെ ഗേറ്റ് തുറന്നപ്പോൾ തന്നെ ആ വീട്ടിലെ ഒരു കൂട്ടം ജോലിക്കാരികൾ അവളെ വിചിത്രമായി നോക്കാൻ ആരംഭിക്കുന്നു. എന്നാൽ അവരുടെ വിചിത്രമായ നോട്ടത്തെ പെൺകുട്ടി അത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല. എന്നാൽ പിന്നീടാവട്ടെ ആ വീട്ടിന്റെ ഉടമസ്ഥനെ കണ്ടപ്പോൾ അവൾ വല്ലാതെ നടുങ്ങിപ്പോകുന്നുണ്ട്. കാരണം എല്ലാ ദിവസവും പെൺകുട്ടിയുടെ സ്വപ്നത്തിൽ വരുന്ന അവളുടെ കാമുകനായിരുന്നു ആ യുവാവ്. എന്നാൽ ഈ സമയത്ത് പെൺകുട്ടിയുടെ ഉറ്റ സുഹൃത്താവട്ടെ അവന്റെ അടുത്തേക്ക് വന്നു നിന്നിട്ട് പറയുന്നുണ്ട് അവൻ അവളുടെ പ്രതിഷ്ഠവരനാണെന്ന്. അവനെ കണ്ട് പേടിച്ചു നിന്ന പെൺകുട്ടിക്ക് ഇപ്പോൾ മാത്രമാണ് കുറച്ച് സമാധാനമായത്. എന്നാൽ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു അവളുടെ ഉറ്റ സുഹൃത്ത് ആ യുവാവിന്റെ ഒരു ജോലിക്കാരി മാത്രമാണെന്നുള്ളത്. അതുമാത്രമല്ല പെൺകുട്ടി തന്നെയായിരുന്നു അവന്റെ യഥാർത്ഥ പ്രണയവും. കാരണം ഈ യുവാവിന്റെ കുടുംബത്തിന് ഒരു ശാപമുണ്ടായിരുന്നു. കാരണം അവർ ജീവന തുല്യം സ്നേഹിക്കുന്ന പങ്കാളിയുടെ രക്തത്തോട് ആസക്തി അവർക്കുണ്ടാവുന്നുണ്ട്. താൻ ജീവന തുല്യം സ്നേഹിച്ച പെൺകുട്ടിയുടെ ജീവന് ഒരാപത്തും സംഭവിക്കാതിരിക്കാനായി ആ യുവാവ് അവളുടെ ഓർമ്മകളെല്ലാം മായ്ച്ചു കളയുന്നു. താൻ കാരണം ഒരിക്കലും അവൾ വിഷമിക്കരുത് എന്ന് യുവാവിന് നിർബന്ധമുണ്ടായിരുന്നു. വേറെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അയാൾ അവളെ അകറ്റി നിർത്തിയിരുന്നത്. അന്ന് മുതൽ പെൺകുട്ടിക്ക് യുവാവിനെ ഓർമ്മയില്ലായിരുന്നു. എന്നിരുന്നാലും പെൺകുട്ടിയെ വിട്ടു പിരിഞ്ഞത് മുതൽ യുവാവിന്റെ അവസ്ഥ തീരെ മോശമായിക്കൊണ്ടേയിരുന്നു. എന്നാൽ യുവാവിന്റെ ജോലിക്കാരിക്കാവട്ടെ അവനിങ്ങനെ വേദന സഹിക്കുന്നത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ നല്ല സുഹൃത്തായി നടിച്ചുകൊണ്ട് അവളെ ആ വീട്ടിലേക്ക് അവൾ വിളിച്ചു വരുത്തുകയായിരുന്നു. ജോലിക്കാരി കരുതിയിരുന്നത് പെൺകുട്ടിയുടെ രക്തം കൊണ്ട് അവളുടെ മാസ്റ്ററുടെ രോഗം ഭേദമാക്കാമെന്നാണ്. എന്നാൽ പെൺകുട്ടിയാവട്ടെ അവളുടെ ഗൂഢതന്ത്രങ്ങളൊന്നും അറിയാതെ അവളെ കാണാനായി സന്തോഷത്തോടെ ആ വീട്ടിലേക്ക് വന്നതായിരുന്നു.